SSLC എക്സാമിന് പോകുമ്പോൾ നമ്മുടെ തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻസർക്കിൾ വരയ്ക്കുക അല്ലെങ്കിൽ അന്തർവൃത്തം വരയ്ക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യം നമ്മുടെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഇത് വരയ്ക്കാൻ വേണ്ടി പഠിച്ചിരിക്കണം. അപ്പോൾ ഈസി ആയിട്ട് മിസ് അത് പഠിപ്പിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അത് വരച്ചു പഠിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം ടൈപ്പ് ഇതാണ്. In triangle ABC, AB equal to 5 cm, angle A equal to 65 degree, angle B is equal to 55 degree. അപ്പോൾ നമുക്ക് ഇൻസർക്കിൾ വരയ്ക്കാൻ രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും, നമ്മളോട് ഇൻസർക്കിൾ വരയ്ക്കാൻ വേണ്ടി പറയും. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്, ആദ്യം സർക്കിൾ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കണം. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ എ ബി സി എന്ന ത്രികോണത്തിൽ എ ബി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, എ ഈക്വൽ ടു 65 ഡിഗ്രി, ബി ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി. ത്രികോണം വരച്ച് അന്തർവൃത്തം വരയ്ക്കുക, അന്തർവൃത്ത ആരം അളന്നെഴുതുക. ത്രികോണം വരയ്ക്കാൻ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതാ ഒരു സൈഡും 2 ആംഗിൾസുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റഫ് ഫിഗർ വരച്ച് നോക്കാം. ഇതാ നമ്മളൊരു റഫ് ഫിഗർ വരയ്ക്കുകയാണ്. ഈ ട്രയാങ്കിളിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി അല്ലെ. എ ബി സി എന്നുള്ളതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇവിടെ എ ബി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു, 5 സെൻറ്റിമീറ്റർ ആണല്ലേ. ആംഗിൾ എ എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാ, 55 ഡിഗ്രിയാണ്. ഇത് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനുള്ളിലൊരു ഇൻസർക്കിൾ അല്ലെ, ഇതിനുള്ളിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിളിനുള്ളിൽ വരയ്ക്കുന്ന സർക്കിളിനെയാണ് നമ്മൾ ഇൻസർക്കിൾ എന്ന് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കണം. വരച്ചു തുടങ്ങാലോ. ആദ്യം നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് ആദ്യം ചെയ്യണം, ആദ്യം ഒരു സൈഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ സൈഡ് നമുക്ക് ആദ്യം വരയ്ക്കാം. എ ബി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ മിസ് എ ബി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കുകയാണ്. വരച്ചു. ഇതിന് നമുക്ക് പേര് കൊടുക്കാം എ ബി 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ത്രികോണം പൂർത്തിയാക്കാൻ വേണ്ടി, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 2 ആംഗിൾസ് ആണ്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 65 ഡിഗ്രിയും ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 55 ഡിഗ്രിയും. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം എയിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, 65 ഡിഗ്രി. അപ്പോൾ ദാ 0, 10, 20, 30 ദാ ഇവിടെയാണ് 65 വരിക. നമ്മൾ അതിൽ കൂടെ എന്ത് ചെയ്യും, ലൈൻ വരയ്ക്കും അല്ലേ. അതിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബിയിൽ കൊണ്ടുപോയി നമ്മുടെ പ്രൊട്രാക്ടർ വയ്ക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, 55 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നാണോ മാർക്ക് ചെയ്യുക, അല്ല, 55 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90-നേക്കാൾ കുറവാണ്. അപ്പോൾ ചെറിയ വായ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടി. 55 ഡിഗ്രി ഇതാ ഇവിടെ മിസ് മാർക്ക് ചെയ്തു. 55 ഡിഗ്രി ദാ ഇവിടെ മാർക്ക് ചെയ്തു. 55 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ 55 ഡിഗ്രിയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. 65 ഡിഗ്രി, 55 ഡിഗ്രി, ഈ പോയിന്റ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ആവശ്യമില്ലാത്തതിനൊന്ന് മായ്ച്ചു കളയാം അല്ലേ. ആവശ്യമില്ലാത്ത ആൾക്കാരെ നമുക്കൊന്ന് മായ്ച്ചു കളയാം. ഓക്കെ, നമ്മുടെ ട്രയാങ്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിൽ ഇൻസർക്കിൾ വരയ്ക്കാം. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ദാ ഇവിടെ നിന്ന് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ആംഗിൾ എ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ആംഗിൾ എയിൽ എന്ത് ചെയ്യണം, ദാ ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യാനുണ്ട്. ദാ ഇവിടെ നിന്ന് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ദാ ആംഗിൾ എയിൽ വെച്ചിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. വരച്ചല്ലോ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ബിയിൽ വെച്ചിട്ടും ഒരു ആർക്ക് വരയ്ക്കുന്നു. ബിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആർക്ക് വരയ്ക്കുന്നു. വരച്ചല്ലോ. ഇപ്പം 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ആർക്ക് വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കുന്നതാണ്.
നമ്മളിപ്പോൾ വരച്ച രണ്ട് ആംഗിളിന് നമ്മൾ എന്ത് ചെയ്യും? ബൈസെക്ടർ വരയ്ക്കും. എന്താണ് ബൈസെക്ടർ എന്ന് പറയുന്നത്? നേർപകുതിയാണല്ലേ, നേർപകുതിയാണ്. അപ്പോൾ 65 ഡിഗ്രിയുടെ പകുതിയിൽ കൂടെ, കറക്റ്റ് പകുതിയിൽ കൂടെ നമുക്കൊരു ലൈൻ വരയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ദാ നമ്മൾ ഈ വരച്ചിട്ടുള്ള ആർക്കിൽ ഈ പോയിന്റിൽ വെച്ച് നമ്മൾ പകുതിയിലധികം മെഷർമെന്റ് എടുത്തതിന് ശേഷം, അല്ലെ, പകുതിയിലധികം അളവെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു ആർക്ക് വരയ്ക്കും. അപ്പോൾ അതാ പകുതിയിലധികം മിസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ദാ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ദാ പോയി ആർക്ക് വരച്ചു. കൂട്ടിമുട്ടിയല്ലോ, രണ്ട് ആർക്കുകളും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇനി ഈ പോയിന്റിലൂടെ, കൂട്ടിമുട്ടിയ പോയിന്റിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് ഇവിടെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ദാ നമുക്ക് എന്ത് ചെയ്തു? ആംഗിൾ ബൈസെക്ടർ റെഡി ആയിട്ടുണ്ട്. വരച്ചല്ലോ, കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. ഇതേ കാര്യം നമ്മൾ ഇനി ബിയിലും ചെയ്യണം. അപ്പം ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഈ ബിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. 55 ഡിഗ്രിയുടെ പകുതി നമുക്ക് വരയ്ക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദാ കോമ്പസ് കൊണ്ടുപോയി ദാ ഈ പോയിന്റിൽ വെക്കുന്നു. അതിനുശേഷം പകുതിയിലധികം മെഷർമെന്റ് എടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. നേരെ തിരിച്ചു വെക്കുന്നു. ദാ ഇവിടെ കൊണ്ടുപോയി നമ്മുടെ കോമ്പസ് വെക്കുന്നു. ഇനി എന്താ ചെയ്യുക? അതേ അളവിൽ നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരച്ചു. വരച്ചല്ലോ, കറക്റ്റായിട്ട് വരച്ചില്ലേ? നമ്മുടെ കോമ്പസിനോട് ഒന്ന് മാറിയിരിക്കാൻ പറയാ. ഇനി നമുക്ക് അവിടെ നമ്മുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ? അപ്പോൾ ദാ പോയി ആ മീറ്റ് ചെയ്ത പോയിന്റിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ആംഗിൾസിനും ഇപ്പോൾ ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞു അല്ലേ? കോൺ സമഭാജി വരച്ചു കഴിഞ്ഞു. ഈ രണ്ടെണ്ണത്തിൻ്റെയും കോൺ സമഭാജി വന്ന് മീറ്റ് ചെയ്യുന്നത് കണ്ടോ? രണ്ടു പേരും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ സർക്കിളിൻ്റെ സെന്റർ. നമ്മൾ വരയ്ക്കാൻ പോകുന്ന നമ്മുടെ ഇൻസർക്കിളിൻ്റെ, അന്തർവൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അറിയാലോ, അന്തർവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിന്റെ ഉള്ളിലാണ് വരിക അല്ലെ? പുറത്ത്, ട്രയാങ്കിളിന് പുറത്ത് വരയ്ക്കുന്നത് സർക്കിൾ, പരിവൃത്തമാണ്. ഉള്ളിൽ വരയ്ക്കുന്നതാണ് അന്തർവൃത്തം. അപ്പോൾ നമുക്ക് ഇപ്പൊ ഇവിടുത്തെ സെന്റർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് അറിയണം. അപ്പോൾ മിസ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം മറന്നേക്കൂട്ടോ. ബാക്കിയൊക്കെ ഒന്നും അവിടെ ഇല്ല എന്ന് വിചാരിച്ചു നോക്കൂ. ഈ സർക്കിളും ഈ AB എന്ന് പറയുന്ന ലൈനും മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ് OP ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നത് എന്താ? OP എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് ആണ്, ആരമാണ്. അങ്ങനെയാണെങ്കിൽ AP എന്തായിരിക്കും? തൊടുവരയാണല്ലേ, ടാൻജന്റ് ആണ്. നമ്മുടെ സർക്കിളിന്റെ പിയിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ആയിരിക്കും AB എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആംഗിൾ എന്താ വരിക? ദാ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ സർക്കിളിന്റെ കറക്റ്റ് റേഡിയസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇനി എന്ത് ചെയ്യും? ആ പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ ഇവിടെ വരയ്ക്കാൻ വേണ്ടി പോവാണ് അല്ലേ? റേഡിയസ് നമ്മുടെ ടാൻജന്റിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ ടാൻജന്റിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്തിനാ അത്? നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇൻസർക്കിൾ വരയ്ക്കണ്ടേ? അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ വരച്ച് കഴിഞ്ഞാൽ അതൊരു വൃത്തി ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ട് ആരമൊക്കെ എടുത്ത് റേഡിയസ് ഒക്കെ എടുത്ത് വൃത്തിയായിട്ട് വരയ്ക്കണം. അപ്പം നമ്മൾ ABക്ക് എന്ത് ചെയ്യാൻ പോവാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ OP വരയ്ക്കാൻ പോവാണ്. ഇത് O ആണ്. ഇനി ABക്ക് പെർപെൻഡിക്കുലർ ആയി നമ്മൾ റേഡിയസ് OP വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിനു വേണ്ടി മിസ് ചെയ്യുന്നത് നോക്കിക്കോളൂ. കോമ്പസ് എടുത്തു. എല്ലാത്തിനും നമുക്ക് കോമ്പസാണ് വേണ്ടത്. കോമ്പസ് എടുത്ത് ഓയിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, കറക്റ്റ് ഓയിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ദാ നമ്മളിവിടെ രണ്ട് ആർക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, രണ്ട് ആർക്ക് വരയ്ക്കുകയാണ്. ദാ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ അളവിൽ എന്ത് ചെയ്യുക? അളവിടയ്ക്ക് മാറ്റാനൊന്നും പാടില്ല. ദാ ഇവിടെ ആർക്ക് വരച്ചു. അപ്പോൾ നമ്മൾ ABക്കാണ് എന്ത് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ABക്ക് എന്ത് ചെയ്തു? രണ്ട് ആർക്ക് വരച്ചിട്ടുണ്ട് ഒരേ അളവിൽ. ദാ ഇവിടെ ഓയിൽ നിന്ന് ഇതിലേക്കുള്ള അളവും സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരേ അളവിൽ നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യാന്നറിയോ? ഈ കോമ്പസിനടുത്ത് നമ്മൾ ഈ പോയിന്റിൽ വെച്ചു. എന്നിട്ട് ഇവിടെ നിന്നും ഈ പകുതിയിലധികം ഈ ചാപവുമുള്ള ആ ഒരു ലെങ്ത്തിന്റെ ദാ പകുതിയിലധികം ലെങ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആർക്ക് വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദാ പകുതിയിലധികം
ലെങ്ത് മിസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ആർക്ക് വരച്ചു. ഇനി നേരെ തിരിച്ചു വെച്ച് ദാ അളവൊന്നും മാറ്റാൻ പാടില്ല, ഇവിടെ വെക്കുന്നു. ഇനി എന്ത് ചെയ്യാണ്? ദാ ആർക്ക് വരയ്ക്കുന്നു, ചാപം വരച്ചു. കൂട്ടിമുട്ടിയില്ലേ? അവർ തമ്മിൽ കൂട്ടിമുട്ടിയല്ലോ. ഇനി നമ്മൾ OP വരയ്ക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ദാ OP വരയ്ക്കാൻ വേണ്ടി ദാ Oയിൽ നിന്നും മിസ് ഇതാ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ദാ ഇവിടെ കൂട്ടിമുട്ടി. ഈ പോയിന്റ് P ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് OP കിട്ടി. OP എന്താണ്? നമ്മുടെ ഇൻസർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ? ഇനി OP എന്ന് പറയുന്ന ലെങ്ത് മെഷർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം. അപ്പോൾ OP എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, OP എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ദാ യെസ്, നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി പോകുകയാണ്. യെസ്, വരച്ചല്ലോ. നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. ദാ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഇൻസർക്കിൾ അന്തർവൃത്തം വരയ്ക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 2 ആംഗിൾ മാർക്ക് ചെയ്യുക, അവർക്ക് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. ബൈസെക്ടേഴ്സ് തമ്മിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിൽ നിന്ന് അത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഏത് സൈഡായാലും കുഴപ്പമില്ല, AB തന്നെ വേണമെന്നില്ല, AC ആയിക്കോട്ടെ BC ആയിക്കോട്ടെ, അവിടെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ റേഡിയസ് വരയ്ക്കുകയാണ്. റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ടാൻജെന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത്. പെർപെൻഡിക്കുലർ വരച്ചു. ഇനി എന്ത് കിട്ടി? അപ്പോൾ നമ്മുടെ റേഡിയസ് കിട്ടി. ആ റേഡിയസിൽ നമ്മൾ സർക്കിൾ വരച്ചു. നമ്മുടെ ഇൻസർക്കിൾ റെഡിയായി. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തർവൃത്ത ആരം അളന്നെഴുതാൻ, ഇൻസർക്കിളിന്റെ റേഡിയസ് മെഷർ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ നമ്മുടെ സ്കെയിൽ കൊണ്ടുപോയി ഓയിൽ വെക്കുന്നു. ദാ തിരിച്ചു വെച്ചു. ഓക്കെ, ഏകദേശം 1.5 ആയിരിക്കും നമ്മുടെ റേഡിയസ്. ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1.5 ആയിരിക്കും. മിസ് ഇവിടെ ഓരോ തിക്നെസ് കൊണ്ട് വരച്ചത് കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഉണ്ടായിരിക്കും. എന്നാൽ ഏകദേശം 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ. അന്തർവൃത്ത ആരം, അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ എങ്ങനെയാണ് ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം വരയ്ക്കുക എന്നുള്ളത്? ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിനുശേഷം ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്നു, റേഡിയസ് വരയ്ക്കുന്നു, എന്നിട്ട് സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലായി, അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ.